ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സൺഡേ ഞാനും ലൂസിയും കൂടി നടക്കാൻ പോകണം കേട്ടോ. ലൂസി ഫ്രണ്ടിൽ എന്നെ വലിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് സൺഡേ ഒന്നും ഇപ്പം ഞാനിവിടെ ഉണ്ടാകണില്ല. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഈ നടത്തമൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. ലൂസിന് നമ്മൾ റോപ്പൊന്നും ഇടാറില്ല, പക്ഷേ ഇപ്പോൾ ആളിത്തിരി വികൃതി ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പോൾ നമ്മൾ റോപ്പിട്ട് നടത്തണം കേട്ടോ. ലൂസിൻ്റെ മെയിൻ പ്രശ്നം പൂച്ചനെ കണ്ടാൽ മാത്രം കൈവിട്ട് പോവും, ബാക്കിയൊന്നും സീനില്ല. ആളുകളിൽ നിന്നും ഒന്നും ചെയ്യില്ല കേട്ടോ. നിറയെ പശുക്കൾ വരുന്നുണ്ട് കേട്ടോ. ലൂസി അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. ലൂസി പശുക്കൾ സീൻ കേട്ടോ, പേടിയൊന്നുമില്ല. അറ്റാക്കിന് വരുന്നു. അയ്യോ, പശുക്കൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഗായ്സ്. ഇന്നത്തെ കണ്ടന്റ് ഈ സാധനമാണ് സീൻ കേട്ടോ. ലൂസി ഓടി വന്നോ, അല്ലെങ്കിൽ നിന്നെ അത് പപ്പടമാക്കും. ഉണ്ടോ? അയ്യോ, പശു ഇപ്പോൾ കൊത്തി മറിക്കുന്നു. ഹൈ, ഇത് ഡേഞ്ചറാണ്. ആ, പശുക്കളൊക്കെ കമ്പനി ആയിട്ടാ സീന്. ഇവളെന്തായാലും ഒന്നും ചെയ്യില്ല. ഓ, നമ്മളെ അന്യൻ സിനിമയിൽ മറ്റേ പോത്തുകൾ വളയണ പോലെ നമ്മുടെ പശുക്കളൊക്കെ കൂടി നമ്മൾ വളഞ്ഞു. ലൂസിയും പശുക്കളുടെ കൂടെ പോവാണ് കേട്ടാ. ഇതിൻ്റെ ഇപ്പോൾ കുത്തു വാങ്ങും. സീന് ലൂസി സീന് കേട്ടോ. പശുക്കളൊക്കെ പോയി. അതിൻ്റെ ഒന്ന് കുത്തു വാങ്ങിച്ച് തന്നിട്ടുണ്ടാവും ഇവള്. വാ, ഇവള് കാണുന്ന ഈ പ്രഹസനേ ഉള്ളൂ കേട്ടോ. ആള് കോമഡി പീസാണ്. ഇതിൻ്റെ നടത്തമൊക്കെ അവസാനിച്ചു കേട്ടോ. ലൂസി ഇരിക്കും. നല്ല ഗ്രീനറി അല്ലേ? നമ്മുടെ വീട്ടിൻ്റെ മെയിൻ സ്ഥലത്ത് വന്നിട്ട്, മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് ആള് ഇരുന്നു കേട്ടോ. ഇനി ഇവിടുത്തെ പോണ ആൾക്കാരിനെയും വരുന്ന ആൾക്കാരിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും മൂപ്പര്. പശുക്കളൊക്കെ കൂടി ചുറ്റും വളഞ്ഞു. അവൻ ലൂസിക്ക് അത്ര ധൈര്യമൊന്നുമില്ല, പക്ഷെ ആള് വെട്ടിച്ച് നിൽക്കും. ബിൽഡിങ് സ്ട്രോങ്, ബേസ്മെൻറ്റ് വീക്ക് പറഞ്ഞാൽ നല്ല ഗൗരവത്തിൽ നിൽക്കും ആള്. കാല് പറയണം. കാണുന്ന പോലെ അല്ലേ ഇവിടുത്തെ മെയിൻ ഗുണ്ടയാണ് കേട്ടോ. വഴി കൂടെ പോണ അടിയൊക്കെ ആളെടുത്ത് വാങ്ങും. കണ്ടോ നടത്തം കണ്ടോ?